ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയിട്ട് അസുഖങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അതാ എന്നത്തെയും പോലെ അടുക്കളേനൊക്കെ വിട്ട് ചിലർ പുല്ല് തിന്നുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, പിന്നെ പഴത്തോല് തിന്നുന്നുണ്ട്, കുറേ ഓടി കളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് വിട്ട പാടിട്ട്. അതിന് ശേഷമാണ് അവർ പിന്നെ അവരെന്നെ കെട്ടുള്ളൂ കേട്ടോ. കുറേ ഒന്ന് ഓടിക്കളിക്കുക, അവർക്ക് ഭയങ്കര സന്തോഷമാണ് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർക്ക് ആദ്യമൊക്കെ കുറേ വെള്ളമൊക്കെ ദാഹമൊക്കെ മാറാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിയിൽ നല്ല ചോറും പിണ്ണാക്കും തവിടൊക്കെ ഇട്ടിട്ടുള്ള കട്ടിയുള്ള വെള്ളം ഉണ്ട് കേട്ടോ. അവിടേക്ക് എത്തിയില്ല, അവിടേക്ക് തോനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് അവർ ഓടിക്കളിക്കുക. അങ്ങനെ എല്ലാവർക്കും കട്ടിയുള്ള വെള്ളമൊക്കെ കൊടുത്ത് എല്ലാവരെയും കെട്ടി ഒരു ഭാഗത്താക്കി. ഇനിയിപ്പോൾ 12:30 വരെ അവർ വിശപ്പ് മാറിയാൽ അവർ കരയില്ല. വിശക്കുണ്ടെങ്കിൽ അവർ എല്ലാവരും കൂടി കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ വിശപ്പ് മാറിയാൽ പിന്നെ അവർ കരയില്ല. രാവിലെ കൊടുക്കണ നല്ല അത്യാവശ്യം നല്ല കട്ടിയിലൊക്കെ വെള്ളമൊക്കെ കൊടുത്ത് പുല്ലൊക്കെ തോനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കരയില്ല. അങ്ങനെ അവരേനൊക്കെ ഭാഗത്താക്കി. പിന്നെ കോഴികളേനൊക്കെ കാര്യം പറയുകയാണെങ്കിൽ കോഴികളൊക്കെ കൂട്ടിലാണ് കേട്ടോ. വലിയ കോഴികളെ മാത്രമേ വിട്ടാക്കുള്ളൂ. ഒരുവിധം മുടുകടേണ്ട സമയമായ പ്രായം വരെയും ഞങ്ങൾ കൂട്ടിലിട്ടിട്ടാണ് കോഴികളെ വളർത്തുക കേട്ടോ. അല്ലെങ്കിൽ കോഴികളെയൊക്കെ കീരി പിടിക്കുക, നായ പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ഇവിടെ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ വിട്ടാക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളെല്ലാവരെയും രാവിലെയും വൈകുന്നേരവും വിട്ടാക്കും. പിന്നെ കുറേ നേരം 1 മണിക്കൂർ നേരമൊക്കെ പറമ്പിൽ നടന്ന് അതും ഞങ്ങളൊപ്പം ഞങ്ങളും നടക്കും കേട്ടോ. അല്ലെങ്കിൽ ഒക്കെ ഓരോ കീരിയും നായൊക്കെ പിടിക്കും. പിന്നെ എന്തെങ്കിലും തീറ്റ കൂട്ടിലിട്ട് കൊടുത്ത് അവരെല്ലാവരും കൂടി ഓടി വന്നിട്ട് കൂട്ടിൽ കയറും. അങ്ങനെ ഞങ്ങൾ 2 നേരം ചെയ്യലിട്ടാ. അല്ലാതെ ആരും വിട്ടാക്കില്ല, എല്ലാവരെയും കൂട്ടിലാക്കും. അപ്പോൾ കുറച്ച് കോഴികൾ വലിയൊരു പറമ്പിൽ നടക്കുന്നുണ്ട്. പിന്നെ നോക്കിയ നോട്ടം എത്തും കുറച്ചായ കാരണം. ബാക്കി എല്ലാവരും കൂട്ടിലാട്ടാ. പിന്നെ കോഴികളുടെ വിശപ്പും ആടിൻ്റെ ചെമ്പിലൊക്കെ ബാക്കിയൊക്കെ ഉള്ളതാണ് അവരെ വിശപ്പും അങ്ങനെ തീരുട്ടാ. ആ ചെമ്പിൽ തവിടും പിണ്ണാക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങനെ കൊത്തി പറക്കി നിന്നിട്ട് അവർ വിട്ടാക്കിയ കോഴികൾ പുറത്തേക്കൊന്നും പോവില്ല. വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ തിന്നാണ്ടാവും. അപ്പോൾ അവർ എവിടേക്കും പോവില്ല. അപ്പോൾ അവർ അതൊക്കെ കൊത്തിയിട്ടൊക്കെ തിന്നിട്ട് അവരെ വിശപ്പ് വരും മാറ്റൂട്ടാ. ഏറെ അങ്ങനെ ചെയ്യൽ. പിന്നെ ചില ആൾക്കാരൊക്കെ ചോദിക്കും പറമ്പിലൊന്നും ഉണ്ടാവില്ല, ആടുങ്ങളുണ്ടെങ്കിൽ ഉണ്ടാവുമോ, അവർ തിന്നില്ലേ, കടിച്ച് തിന്നില്ലേ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ നെല്ലതും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കഴുങ്ങും തയ്യും തെങ്ങും തയ്യും പ്ലാത്തയ്യും അങ്ങനെ മാത്തയ്യും അങ്ങനെ എല്ലതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുമ്മലൊക്കെ ഞങ്ങൾ ഈ ചാണം കലക്കി ഒഴിക്കും കേട്ടോ. അല്ലെങ്കിൽ ആട്ടുംകാട്ടും മൂത്രവും കൂടി ഇങ്ങനെ മിക്സായിട്ട് ചാണം പോലെ ആയിട്ടുണ്ടാവും. അത് കലക്കിയിട്ട് ഇതിൻ്റെയൊക്കെ തയ്യിൻ്റെ മുകളിൽ ചെറിയ തയ്യാകുമ്പോൾ തന്നെ കലക്കി ഒഴിക്കും. തൂമ്പിൽ തട്ടാതെ ചുറ്റുഭാഗവും കലക്കി ഒഴിക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എല്ലാതും ഉണ്ടാവും. ഇതിൻ്റെ മണം വന്ന ആടുകൾ, മണമുള്ള കാരണം ആടുകൾ കടിക്കില്ല. അങ്ങനെയാണ് പ്ലാത്തയ്യൊക്കെ വലുതായി കിട്ടിയത്. ഒട്ട് പ്ലാവ് ഉണ്ടല്ലോ അതിൻ്റെ തയ്യൊക്കെ പിടിപ്പിച്ചത് വലുതായി കിട്ടിയത്. അങ്ങനെയാണ് ആടുകൾ കാണുന്നവിടെ തന്നെയാണ് കുഴിച്ചിട്ടിങ്ങനെ ഇങ്ങനെ കലക്കി ഒഴിക്കുക. അപ്പോൾ എല്ലതും ഉണ്ടാവും കേട്ടോ എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.